നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ ഞെട്ടിലൂടെയാണ് പ്രവാസി മലയാളികൾ ആ വാർത്ത കേട്ടറിഞ്ഞത്. അതും ക്രിസ്മസ് ദിനത്തിൽ. കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് മരിച്ച മലയാളി യുവാക്കളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ നടന്ന ദുരന്തം മലയാളി സമൂഹം ഞെട്ടിലൂടെയാണ് കേട്ടറിഞ്ഞത് തന്നെ. ദുബായ് ഗ്രീൻസ് ഗാർഡൻസ് വില്ല 336-ൽ താമസിക്കുന്ന തിരുവനന്തപുരം കവടിയാർ കേശവസദനത്തിൽ ആനന്ദ് കുമാർ രാജേശ്വരി ദമ്പതികളുടെ മകൻ ശരത് കുമാർ, ഗ്രീൻസ് ഗാർഡൻസിൽ തന്നെ താമസിക്കുന്ന തൊടുപുഴ ആനക്കോട് സ്വദേശി കൃഷ്ണകുമാറിന്റെ മകൻ രോഹിത് കൃഷ്ണകുമാർ എന്നിവരാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. ഇന്നലെ പുലർച്ചെ ഇരുവരുടെയും വീടിന് 1 കിലോമീറ്റർ സമീപത്താണ് അപകടമുണ്ടായത്. റോഡിന്റെ തിട്ടയിലിടിച്ച് ഉയർന്ന കാർ 15 മീറ്ററോളം അകലെയുള്ള മരത്തിലിടിച്ച് തകരുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഇരുവരും മരിക്കുകയാണ് ഉണ്ടായത്. കാർ പൊളിച്ചാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് തന്നെ. ശരത്താണ് കാർ ഓടിച്ചിരുന്നത്. ഇരുവരുടെയും കഴുത്തിന് ഭാഗത്താണ് ആഴത്തിൽ ക്ഷതമുണ്ടായത്. കാർ അമിത വേഗത്തിലായിരുന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. ദുബായ് DPS സ്കൂളിലെ പഠനകാലം മുതൽ സുഹൃത്തുക്കളായ ഇരുവരും മരണത്തിലും ഒന്നിച്ചു തന്നെ പോവുകയാണ് ഉണ്ടായത്. ശരത് അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും രോഹിത് UK-യിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുകയായിരുന്നു. ഇരുവരും അവധിക്ക് ദുബായിൽ എത്തിയതാണ്. സുഹൃത്തുക്കളായ മറ്റു 2 പേരെയും കണ്ട ശേഷം എല്ലാവരും ഡിസ്കവറി ഗാർഡൻസിൽ നിന്ന് ആഹാരവും കഴിച്ചു. ഒരു സുഹൃത്ത് സ്വന്തം കാറിൽ വീട്ടിലേക്ക് പോയതിനെ തുടർന്ന് മറ്റു 3 പേരും കാറിൽ ഗാർഡൻസിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഒരാളെ കൂടി വീട്ടിൽ എത്തിച്ച ശേഷം രോഹിത്തിനെ വീട്ടിലാക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം. പുലർച്ചെ 3-ഓടെയാണ് അപകടം ഉണ്ടായതെങ്കിലും വീട്ടുകാർ വിവരമറിഞ്ഞത് രാവിലെ 8-ന് ശേഷമായിരുന്നു. മക്കൾ കൂട്ടുകാരന്റെ വീട്ടിൽ ഉറങ്ങുകയാകുമെന്നാണ് ഇരുവരും കരുതിയിരുന്നത്. അങ്ങനെ അപകടമുണ്ടായ സ്ഥലത്തെ മരം നൽകുന്ന കാഴ്ച ഭീകരം തന്നെയാണ്. ഈ മരത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഇന്ന് നാട്ടിലേക്ക് പോകാനിരിക്കെയായിരുന്നു ഇരുവരെ മരണം തേടിയെത്തിയത്. കേരളത്തിലേക്ക് പോകാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നതാണ്. എന്നാൽ വീടുകൾക്ക് വെറും 1 കിലോമീറ്റർ അകലെ വെച്ച് ഇരുവരെ മരണം കവരുകയാണ് ഉണ്ടായത്. പഠനത്തിൽ സമർത്ഥരായിരുന്ന ഇരുവരെയും കുറിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പറയാൻ നല്ലത് മാത്രമാണുള്ളത്. വ്യവസായിയായ ആനന്ദ് കുമാറിന്റെ ഏക മകനാണ് ശരത്. കൃഷ്ണകുമാറിന്റെ 2 മക്കളിൽ ഇളയ ആളാണ് രോഹിത്. ഇന്ന് നാട്ടിലെത്തി നാളെ തന്റെ മകനൊപ്പം ശബരിമലയിൽ പോകാനിരിക്കുകയായിരുന്നുവെന്നും മരണവാർത്ത വിശ്വസിക്കാനാകില്ലെന്നും തിരുവനന്തപുരം KVP ഉദ്യോഗസ്ഥരും ആനന്ദ്കുമാറിന്റെ ബന്ധുവുമായ സൂരജ് പറയുകയുണ്ടായി. ഇന്നലെ രാത്രി തന്നെ ആനന്ദ് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിൽ എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് 4-ന് എംബാമിങ്ങിന് ശേഷം ശരത്തിന്റെ മൃതദേഹം രാത്രി 9-ന് എമിറേറ്റ്സ് വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. രോഹിത്തിന്റെ മൃതദേഹം കൊച്ചിയിലേക്കും കൊണ്ടുപോകും. ശരത്തിന്റെ സംസ്കാരം നാളെ വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും. സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയുടെ നേതൃത്വത്തിൽ എംബാമിംഗ് പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഗ്രീൻസിലെ വില്ലയിൽ രാജുക്കൊപ്പം താമസിക്കുന്ന രാജുയുടെ മാതാവിനെ ചെറുമകന്റെ മരണവിവരം ഇന്നലെ അറിയിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ അറിയിച്ചാൽ മതിയെന്ന തീരുമാനത്തിലായിരുന്നു ബന്ധുക്കൾ. മുത്തശ്ശിയും ചെറുമകനും തമ്മിൽ അത്ര നല്ല ആത്മബന്ധമായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.